ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ റിലീസ് ചെയ്ത സിനിമകളിലൊന്നായിരുന്നു ബാലറീന. ജോൺ വിക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ആദ്യത്തെ സ്പിൻ ഓഫ് സിനിമ കൂടെയായിരുന്നു ഇത്. ഏറെ പ്രതീക്ഷകളോടെ ഏകദേശം 100 മില്യൺ ബഡ്ജറ്റിൽ വന്ന സിനിമ, പക്ഷേ ഇതുവരെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് ആകെ 100 മില്യൺ മാത്രമാണ്. ഫാൻ ഫേവററ്റായ ആന ഡെ ആർമാസ് പ്രധാന വേഷത്തിൽ വന്നിട്ടും കിയാനോ റീവ്സിൻ്റെ മികച്ച ക്യാമിയോ ഉണ്ടായിട്ടും ഇതിനെല്ലാം ഉപരി മികച്ച ക്രിട്ടിക്സ് റിവ്യൂ നേടിയിട്ടും ഈ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്? പൊതുവെ ഫീമെയിൽ ലെഡ് ആക്ഷൻ സിനിമകളോട് ഓഡിയൻസിനുള്ളൊരു താല്പര്യക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ ജോൺ വിക്ക് സിനിമകൾ ആൾക്കാർ കാണാൻ വന്നിരുന്നത് കിയാനോ റീവ്സ് ഉള്ളതുകൊണ്ട് മാത്രമാകാം. സിനിമയുടെ ഹൈ ബഡ്ജറ്റ് ഇതിനെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം 2014 ആദ്യത്തെ ജോൺ വിക്ക് സിനിമ റിലീസ് ചെയ്യുന്നത് 30 മില്യൺ ബഡ്ജറ്റിലാണ്. പക്ഷേ ഇപ്പോഴും ഈ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ അത് ജോൺ വിക്ക് 1 തന്നെയാകും. അതുകൂടാതെ മറ്റ് വലിയ സമ്മർ റിലീസുകളുടെ ഇടയിൽ ഈ സിനിമ റിലീസ് ചെയ്തതും കളക്ഷൻ കുറയാൻ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്തായാലും ബാലറീന ഒരു ആവറേജ് ബോക്സ് ഓഫീസ് റണ്ണിൽ ഒതുങ്ങിയതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു സീക്വൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയൊരു ജോൺ വിക്ക് സ്പിൻ ഓഫ് സിനിമ ഉണ്ടാകുമോ എന്നത് സംശയമാണ്.